ഇസ്രായേലിനെ രാജ്യം തിരിച്ചു കിട്ടുന്ന ആ അവസാനത്തെ കാലഘട്ടം. ഈ വൃക്ഷം തളിർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു. ഈ വചനത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അത്തിവൃക്ഷമായിട്ട് ഇസ്രായേലിനെയാണ് നാം എല്ലാം കാണാറുള്ളത്. അത് തളിർത്തത് കാണുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങൾ യേശുക്രിസ്തു പറഞ്ഞ അന്ത്യകാല ദിനങ്ങളാണ്, അവസാന കാലഘട്ടമാണ്. ഈ അവസാന കാലഘട്ടത്തിൽ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സാത്താനെ അഴിച്ചുവിടുന്ന കാലമാണ്. സാത്താൻ ഭൂമിയിൽ വന്നിട്ട് ദൈവത്തിനെതിരെയും ദൈവത്തിന്റെ വചനം പറയുന്നവർക്കെതിരെയും രാവും പകലും ഒരുപോലെ നിന്ന് കുറ്റം വിധിക്കുവാൻ, തെറ്റ് കണ്ടുപിടിച്ച് വിധിക്കുവാനായി സാത്താൻ ഓരോ ദൂതന്മാരെയും നിയമിച്ചിരിക്കുന്ന ആ സമയമാണ് ഈ ഇനിയുള്ള അവസാന സമയം. അപ്പൊ ഈ മനുഷ്യൻ ഈ ഊട്ടുതിരുന്നാൾ ഉള്ളിടത്ത് ഇങ്ങനെ പോയി ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുന്നാൾ ആഹാരമൊക്കെ കഴിച്ച് ഈ മനുഷ്യൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മാതാവിനെയും യേശുവിനെയും തെരുവിടിയാം. മനുഷ്യനാന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ആ സഹോദരി അടുത്ത് പറഞ്ഞു, ഇതെല്ലാം കേട്ടോണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടോണ്ട് എങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ചോദിച്ചു. ഒരാൾ 2-3 പേര് ചേർന്ന് ഒരാളെ കൊല്ലുന്നു. ഈ കൊന്നു കഴിയുമ്പോൾ ഈ 3 പേർക്ക് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ആളുടെ മരണത്തിന്റെ ശാപം ഈ കൊന്ന 3 പേരുടെ ബ്ലഡിലേക്ക് വ്യാപരിക്കും. അതാണ്, രക്തത്തിലേക്ക് വ്യാപരിക്കും. എന്നാൽ മാതാപിതാക്കളെ ശപിച്ചതിന്റെ പേരിലാണ് 2 പേർ സാക്ഷിയുണ്ട്, അപ്രകാരമാണ് ഒരു സമൂഹം ഒരുവനെ കൊല്ലുന്നതെങ്കിൽ ആ മരണപ്പെട്ടവന്റെ രക്തത്തിന്റെ ശാപം ആ മരണപ്പെട്ടവന്റെ മേൽ തന്നെ പതിക്കും. ഇതാണ് വചനത്തിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? പിതാവിനെയോ മാതാവിനെയോ ശപിച്ചാൽ അവന്റെ രക്തം അവന്റെ മേൽ പതിക്കട്ടെ. അതാണ്, ആ ശാപം കിട്ടിയ രക്തം അവന്റെ മേൽ പതിക്കും. അത് ആരുടെ മേലാണ്? മരിച്ചുപോയ ആളുടെ മേൽ തന്നെ അത് വരും. ഇതാണ് നിയമം. അപ്പൊ മറ്റൊരു സംഭവം ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് ഇതൊക്കെ സത്യസന്ധമായിട്ട് നടക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴത്തെ സംഭവമല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നൊരു സംഭവം പറയാം. കാരണം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷമമാവണ്ട. അപ്പൊ ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് അവരുടെയൊക്കെ നിന്നില്ല, ഇപ്പൊ ഗ്രൂപ്പിലൊന്നും ഇല്ല. ഞാൻ പറഞ്ഞുതരാം. സ്ഥിരമായി ഒരു മോൻ, ആ മോനും അവന്റെ കുടുംബവും, വയസ്സായ 2 മാതാപിതാക്കളാണ് വീട്ടിലുള്ളത്. ബാക്കി സഹോദരങ്ങളൊക്കെ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ ചന്നപ്പട്ടയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ 10-25 വർഷത്തിന് മുമ്പ്, 25 വർഷത്തിന് മേളിലായി മുമ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വന്നൊരു സംഭവം. ഇവനും ചെന്നിട്ട് കടാരയായിട്ടൊക്കെ ചെന്നിട്ട് അപ്പൻ്റെ അടുത്ത് പറയും, സ്വത്ത് എനിക്ക് എഴുതടാന്ന് പറയും. ഇവന് കുറെ സ്വത്ത് കൊടുത്തു. ഇനി ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഞ്ചാവോ മദ്യമോ ഒക്കെ കഴിച്ചാവും ഇല്ലാതാക്കും. അതുകൊണ്ട് പെങ്ങന്മാരും സഹോദരങ്ങളും വിളിച്ചു പറഞ്ഞു, അമ്മേ അവന് ഇനി എഴുതി കൊടുക്കല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്വത്തൊക്കെ വിൽക്കുന്ന സമയത്ത് അവന്റെ മക്കൾക്ക് ഉപകരിക്കണം, കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇവൻ എന്നും വന്നിട്ട് ഈ അമ്മയും അപ്പനെയും തെരുവിളിക്കും, സ്വത്തിന് വേണ്ടി ബഹളമാണ്. അതില് പിന്നെ ഈ സഹോദരന്റെ ബ്രദർ ഒരു പള്ളിയിലെ അച്ഛനാ, കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ എന്നെ റെഗുലറായിട്ട് വിളിച്ചിട്ട് ഈ അനിയന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ബ്രദറെ എന്ന് പറഞ്ഞിട്ട് അവൻ അമ്മയെ ഉപദ്രവിക്കുന്നു, അപ്പനെ ഉപദ്രവിക്കുന്നു. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞ് സംഭവിച്ചെന്താന്ന് പറഞ്ഞ, ഒരു ദിവസം വന്ന് ഈ അമ്മയപ്പന്റെ കഴുത്തിന് കയറി പിടിച്ച് കത്തി ഇങ്ങനെ ഊരി പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ കൂടിയാണ് വെടിവെച്ചത്. അച്ഛൻ ഇടപെട്ടിട്ട് പറഞ്ഞ, അവനങ്ങ് എഴുതി കൊടുക്ക്, നമുക്ക് ജീവിച്ചിരിക്കുകയില്ല, ഞങ്ങൾക്ക് വല്ലപ്പോഴും അമ്മയെ വന്ന് കാണണ്ട, ജീവിച്ചിരിക്കണം, അമ്മ ഒരു വാടക വീട് എടുത്ത് താമസിക്കുക, അവൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അച്ഛന്റെ നിർബന്ധപ്രകാരവും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹോദരിമാരെല്ലാം സമ്മതിച്ചു. ആ സമ്മതിച്ചത് പ്രകാരം ഈ തല്ലിപ്പുള്ളിയായ ഈ മകന് സ്വത്തെഴുതി കൊടുത്തു. അങ്ങനെ അവനും അവന്റെ കുടുംബവും ആ വീട്ടിലായി താമസം. കാരണം അവ ഇറങ്ങാതിരിക്കുകയാണ് താമസം. അധികം താമസിച്ചില്ല, രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എത്ര മരുന്ന് കഴിച്ചു, എത്ര ഹോസ്പിറ്റലിൽ മാറി മാറി പോയിട്ടും ആ രോഗങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല. ട്രീറ്റ്മെന്റ് കൂടി പിന്നെ പല പല രോഗങ്ങൾ പുറത്തേക്കുണ്ട്. അധികം നാൾ ആ വ്യക്തി ജീവിച്ചിരുന്നില്ല.
പെട്ടെന്ന് തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്. ബൈബിളിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ കുത്തിനെ പിടിച്ച് സ്വത്ത് കരസ്ഥമാക്കിയാൽ അവൻ ദംസകന്റെ മകനാണെന്ന് പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ കുത്തിനെ പിടിച്ച് സ്വത്തുക്കൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് അനുഭവിക്കത്തില്ല. അവനോ അനുഭവിക്കത്തില്ല, അവന്റെ പിൻതലമുറയും അനുഭവിക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ സ്വത്ത് അങ്ങനെ തന്നെ കാട് കയറി കിടക്കാനിടയുണ്ട്. മറ്റൊരു സംഭവം ഞാൻ പറയാം. സ്വത്തിന്റെ കഥയല്ല ഇന്ന് പറയാൻ വരുന്നത്, എങ്കിലും ഈ വചനത്തിൻ്റെതായ ജീവിതമുണ്ട്, ജീവനുണ്ട്, ഇന്നും ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് ഈ മാതാപിതാക്കളുടെ കുത്തിനെ പിടിച്ച് സദൃശവാക്യങ്ങളിലാണ് പറയുന്നത്. മറ്റൊരു സംഭവം ഞാൻ പറയാൻ വരുന്നത്, ഈ മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ട് സഹോദരങ്ങൾ തമ്മിലും മാതാപിതാക്കളെല്ലാം കൂടെ ആയിട്ട് ബഹളം ഉണ്ടായി, അവസാനം സ്വത്ത് കരസ്ഥമാക്കി. അയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല, ആ അപ്പന് ഒരു കുഴപ്പം ഉണ്ടായില്ല. ഈ സ്വത്ത് കരസ്ഥമാക്കിയ അപ്പന് ഒരു കുഴപ്പം ഉണ്ടായില്ല. അയാൾ കുറച്ചുകൂടെ സ്വത്തുകൾ അടുത്ത് കിടന്നത് വാങ്ങിച്ചു കൂട്ടി. അപ്പൊ മറ്റൊരു കഥ എന്താണ്? പിടിച്ചു പറിച്ചെടുത്ത സമ്പത്ത് അവൻ ഉപകരിക്കാത്ത രീതിയിൽ അവൻ രോഗിയായി അവൻ തീർന്നു. അവസാനം അത് പണയം വെച്ച് ലോൺ എടുത്തു, അതിപ്പോ ജപ്തിയായിട്ട് അന്നത്തെ കാലത്ത് കടന്നിരുന്നു. അതിപ്പോ എന്തായിന്ന് അറിയത്തില്ല. അപ്പൊ ഇത് മറ്റൊരു സംഭവം പറയാണ്. ഇത് സ്വത്ത് പിടിച്ചു പറിച്ചെടുത്തിട്ട് ഇയാൾക്ക് അനുഗ്രഹമല്ലാതെ ഇയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇയാൾ ഉടൻ തന്നെ ഗൾഫിൽ പോകാൻ പറ്റി, അടുത്ത് കിടന്ന വസ്തുക്കളും കൂടെ മേടിച്ചു കൂട്ടി. അങ്ങനെ 3 or 4 മക്കളൊക്കെ ഇയാൾക്കായി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു വെളുപ്പം കാലത്ത് ഇയാൾക്ക് ഒരു നെഞ്ചുവേദന വന്നു, വീട്ടിൽ കിടന്ന് മരിക്കുക. അപ്പം വാർദ്ധക്യം എത്തിയിട്ടാണ് മരിക്കുന്നത്. തുടങ്ങിയതാ. ഇയാളുടെ കാലം എത്തിയപ്പോ സമാധാനമായിരുന്നു. എടുത്തപ്പോ മക്കൾ അടിയായി പല സ്വത്തുക്കളും കേസില് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. ബൈബിൾ വചനം പറയുന്നുണ്ട്, ഈ തലത്തില്, അതായത് ശാപം 2 തലങ്ങളിൽ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. ഒന്ന്, ബ്ലഡില് ശാപം വരുത്താം. 2, വസ്തുവില് ശാപം വരുത്താം. ഒന്ന്, ബ്ലഡില് ശാപം വരുത്താം. 2, വസ്തുവിൽ ശാപം വരുത്താം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വസ്തുവിൽ ശാപം വരുത്തിയാൽ, ഇപ്പൊ നിങ്ങൾ ഇതെന്ന് നോക്കിയേ, സദൃശ്യവാക്യം VOC ബൈബിളിൽ സുഭാഷിതങ്ങൾ 66 പുസ്തകത്തിലെ സദൃശവാക്യങ്ങൾ 28:24 പറയുന്നത്, അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പിടിച്ച് പറിച്ചെടുത്തിട്ട് അതൊന്നും തെറ്റല്ല, എനിക്ക് അവകാശപ്പെട്ടതാ, അതൊന്നും തെറ്റല്ല എന്ന് പറയുന്നവൻ അവനെ തന്നെ ന്യായീകരിക്കുക. അങ്ങനെ പറയുന്നവൻ ദംസകന്റെ എന്ന് വെച്ചാൽ കൊലപാതകിയുടെ കൂട്ടുകാരനാണെന്ന്. ദംസകൻ എന്ന് പറഞ്ഞാൽ കൊലപാതകി എന്നാണ് അർത്ഥം. കൊലപാതകിയുടെ കൂട്ടുകാരനാണ് ഇതാ പറയുന്നത്. ഇങ്ങനെ പിടിച്ചു പറിച്ചെടുത്ത വസ്തുവിൽ കഴിഞ്ഞുകൊണ്ട് വാവ യേശുനാഥ എന്ന പാട്ട് എല്ലാ സന്ധ്യാസമയത്ത് നീ ഇരുന്ന് പാടിക്കണം. പറഞ്ഞു മനസ്സിലായോ? എല്ലാ സന്ധ്യാസമയത്തും കൗമയും ചൊല്ലിക്കോ, നല്ല നീട്ടി പാടണം. പിന്നെ 10 അടി നീളത്തിലുള്ള ഒരു കുരിശും ഭിത്തിയിൽ അങ്ങ് ഫിറ്റ് ചെയ്തോണം. എന്നാലും ശരി, ഈ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ തെറ്റ് വരുത്തില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നത്തിന്റെ പിന്നിൽ പിടിച്ചു പറിച്ചെടുത്തതോ മോഷ്ടിച്ചെടുത്തതോ ആയ എന്തൊക്കെയോ നിങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതാണ് ഇന്ന് നിങ്ങൾക്ക് പല കാര്യത്തിനും തടസ്സമായി നിൽക്കുന്നത്. ഇത് വളരെ ചിന്തിക്കണേ. ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ടുള്ള ഇതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഉപകാരമായിട്ടാണ് ദൈവം ഇത് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെ നമുക്ക് ഉപദ്രവമായിട്ടല്ല. ഇതിൽ നമ്മൾ ഒരാളെ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ കണ്ണടച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ചിട്ട് പറയും, മന്ത്രവാദത്തിന് പോയിട്ടുണ്ടല്ലേ? എന്റെ കുടുംബോ? ഞങ്ങളോ മന്ത്രവാദത്തിനോ? അതായത് മന്ത്രവാദ തകടവന്റെ വീട്ടിൽ വെച്ചിട്ട് അവൻ ഈ ആക്ഷൻ കാണിക്കുന്നത്. ഞങ്ങളോ മന്ത്രവാദത്തിന് എന്ന് പറഞ്ഞാൽ ഈ പാവം എന്താന്ന് അവനെ അറിയത്തില്ല. അവസാനം മന്ത്രവാദത്തിനൊന്നും പോയിട്ടില്ല. ശരി ബ്രദറെ, പോയിട്ടില്ല. അപ്പൊ ദൈവാത്മാവ് പറഞ്ഞുതരും മന്ത്രവാദം എന്താന്ന് അവന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നീ
ചെറിയ സാധനത്തിൽ പിടിക്കാൻ പറയും. ബ്രദറെ, ആസ്ട്രോളജി ആസ്ട്രോളജി അതിന് പോയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. എത്ര അത് എല്ലാ കൗൺസിലേഴ്സും ഈ ടെക്നിക്ക് ഒന്ന് പഠിച്ചു വെച്ചേരെ കേട്ടോ. അതായത് മന്ത്രവാദം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ അടിക്കാൻ വരും. ഇപ്പൊ പതുക്കെ ആസ്ട്രോളജി എന്നൊക്കെ അങ്ങ് പറഞ്ഞ് പതുക്കെ ആ റൂട്ടിലോട്ട് കൊണ്ടുവരുമ്പോ ഇപ്പൊ മുടിഞ്ഞ മന്ത്രവാദത്തിന് പോയവനായിരിക്കും. അപ്പൊ കർത്താവ് ഒരിക്കലും നമ്മളോട് കള്ളം പറയത്തില്ല. അപ്പൊ ഇങ്ങനെ ഈ ഉള്ള ഒരു ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്താണ് ഞങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക്, അത് ദൈവം കാണിച്ചു തന്നാൽ ഞങ്ങൾ തിരുത്താം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആത്മീയ മക്കളുണ്ട്. അപ്പൊ അവരിത് ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഈ വചനപ്രഘോഷണം വഴി എന്തെങ്കിലും ഞങ്ങൾ ഓർക്കാതിരിക്കുന്നതോ ഞങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നതോ ആയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെളിപ്പെടാൻ ദൈവമേ ഇടയാക്കണമേ. അങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ എങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രയോജനമാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ. ഇത് നമ്മൾ ഗലാത്യക്കാർക്ക് എഴുതിയ ഒരു പുസ്തക ലേഖനത്തില് 3-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്നെടുക്കണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞാൻ കഴിഞ്ഞപ്പോൾ അങ്കമാലിയിൽ എന്നെ കാണാൻ ആദ്യമായിട്ട് ഒരു സഹോദരി കാണാമെന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി കൊണ്ടുവന്നതാണ്. രണ്ടുപേരും കാണണം. അപ്പൊ ഞങ്ങള് ബിബിൻ ബ്രദറുണ്ട്, ഞാനുണ്ട്, ഷൈനി സിസ്റ്റർ ഉണ്ട്, പിന്നെ വേറെ ഒരാളും കൊണ്ടുണ്ട്. ഞങ്ങള് എല്ലാവരും കൂടെ ചേർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ചേച്ചി പറഞ്ഞതാണ്, എന്റെ ഭർത്താവ് എല്ലാ പള്ളികളിലും പോകും. ഇന്ന് ഒരു പള്ളി പോയി ഊട്ടുതിരുന്നാളിൽ പങ്കെടുക്കും, നാളെ വേറൊരു പള്ളി, എല്ലാം ഔസേപ്പിതാവിന്റെ പള്ളിയിലാണ്. ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുന്നാൾ എവിടെയൊക്കെ എറണാകുളം ജില്ലയിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ പോകും. ഊട്ടുതിരുന്നാൾ പോയി പ്രാർത്ഥിച്ച് ഊട്ടുതിരുന്നാൾ അടിച്ച് തിരിച്ചു വരും. ഈ ഔസേപ്പിതാവ് ഊട്ടുതിരുന്നാളും തമ്മിലുള്ള ബന്ധം എന്താന്ന് ഞാൻ ഇനി അന്വേഷിച്ച് കണ്ടെത്തും. എവിടെ ഔസേപ്പിതാവിന്റെ പള്ളി ഉണ്ടോ അവിടെ ഊട്ടുണ്ട്. അവിടെ പിന്നെ അതെനിക്ക് അറിയത്തില്ല, അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഇനി ഒന്ന് തപ്പി നോക്കണേ. ഈ ഊട്ടുതിരുന്നാളിന്റെ ഇനി അന്നദാന ശുശ്രൂഷയാണോ എന്നൊന്നും ഇന്ന് ആർക്കാ അന്നദാനം? പക്ഷെ ഇനി ആ പഴയ ചടങ്ങ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അത് അതിനെക്കുറിച്ച് ഇങ്ങനെ. പക്ഷെ ഔസേപ്പിതാവിന്റെ പള്ളികളിലെല്ലാം പ്രത്യേകിച്ച് ഈ വടക്കോട്ട് ഈ ഊട്ടുതിരുന്നാൾ ഭയങ്കരമാണ്. എല്ലായിടും തീറ്റിയാണ്. അങ്ങനെ അപ്പൊ ഈ മനുഷ്യൻ ഈ ഊട്ടുതിരുന്നാൾ ഉള്ളിടത്ത് ഇങ്ങനെ പോയി ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുന്നാള് ആഹാരമൊക്കെ കഴിച്ച് ഈ മനുഷ്യൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മാതാവിനെയും യേശുവിനെയും തെരുവിടിയാണ്. മാതാവും യേശുവും തമ്മിൽ ഇല്ലീഗൽ ബന്ധമുണ്ട്. പാവം ഔസേപ്പിതാവ് ആ ബന്ധം കണ്ട് ചങ്ക് പൊട്ടിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഔസേപ്പിതാവിനോട് ഇത്ര സ്നേഹം. പറഞ്ഞു മനസ്സിലായോ? എന്തെല്ലാം മനുഷ്യനാന്ന് നോക്ക്. പുള്ളി ഭയങ്കര ഊട്ടുതിരുന്നാളാ. ഈ പുള്ളിയെ കണ്ടിരിക്കും ഔസേപ്പിതാവിനും കഴിക്കാൻ പറ്റത്തില്ല. ഈ തരത്തില് നിങ്ങളിത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ആ സഹോദരി അടുത്ത് പറഞ്ഞു, ഇതെല്ലാം കേട്ടോണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടോണ്ട് എങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ചോദിച്ചു. അപ്പൊ അവര് കിടന്ന് വിഷമിക്കുക, എന്ത് ചെയ്യും ബ്രദറെ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. ആ മനുഷ്യന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ശാപം കിട്ടിയ ജന്മം എങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേരെ. മരണകരമായ പാപം ചെയ്താൽ അവന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് യോഹന്നാൻ എഴുതിയിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ആ മനുഷ്യനൊന്ന് മാനസാന്തരപ്പെടാൻ, അവസാന കാലത്തെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് കേട്ടോളൂ. ഗലാത്യ 3:13 വായിച്ചു കൊടുക്കുക. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണേ. ആ വചനം ഒന്ന് ഫുൾ ഇട്ടേക്കണേ. 13, 14 കൂടെ ഇട്ടേരെ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത് കൊണ്ട്. അതെങ്ങനെയാണ് നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായത്? ക്രിസ്തുവിനെ ശപിക്കപ്പെട്ടവനെന്ന് പറയുകയാണ്. എങ്ങനെയാണ്? നമ്മുടെ പഴയ നിയമ പുസ്തകത്തില് ഇങ്ങനെ പറയുന്നത്, മരത്തിൽ ഒരു യഹൂദൻ തൂങ്ങിയുള്ള മരണം നടന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ അങ്ങനെ ശപിക്കപ്പെട്ടവൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, അവന്റെ ശരീരം രാത്രി മുഴുവൻ കടക്കാനിടയായാൽ യഹൂദദേശം മുഴുവൻ ശപിക്കപ്പെടും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇപ്പൊ മരത്തിൽ ഒരാൾ, അതായത് കുരിശിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ മരിക്കുന്ന ആൾ ശപിക്കപ്പെട്ടവനാണ്. ആരാണെങ്കിലും ശപിക്കപ്പെട്ടവനാണ്. അത് പഴയ നിയമത്തിൽ അത് പറയുന്നുണ്ട്, ശപിക്കപ്പെട്ടവനാണ്. പക്ഷേ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്,
അങ്ങനെ ശപിക്കപ്പെട്ട് കിടക്കുന്ന ആൾ രാത്രി മുഴുവനും, യഹൂദനാണെങ്കിൽ ജൂതനാണെങ്കിൽ അവൻ രാത്രി മുഴുവനും അതേ മരത്തില് അവന്റെ ബോഡി അടക്കാതെ അങ്ങനെ നിങ്ങൾ ഇട്ടാൽ യഹൂദ ജനം മുഴുവൻ ശപിക്കപ്പെടും. അത് കാരണം രാത്രിയിൽ അവനെ കൊണ്ട് കുഴിച്ചിടണം, അവനെ തൂങ്ങിക്കിടക്കാൻ അനുവദിക്കരുത്. ഇതാണ് പഴയ നിയമത്തിലെ പ്രമാണം. ഇങ്ങനെയാണ് വരുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് വഴിയായി അവൻ എന്തായി? നമുക്ക് വേണ്ടി അവൻ ശപിക്കപ്പെട്ടവനായി. എങ്ങനെയാണ്? നമുക്ക് വേണ്ടി അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. ഇതാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ തല്ലിയതിന്റെ പാപം, അല്ലെങ്കിൽ പിടിച്ചു പറിച്ചെടുത്ത വസ്തുവിലൂടെ ക്ലെയിമായി കിടക്കുന്ന അവസ്ഥ. ഉദാഹരണമായിട്ട് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഞാനും റോയ് ബ്രദറും ബോംബെ റോയ് ബ്രദറും പണിയുന്നിടത്തും എന്റെ ഓണർ, റോയ് ബ്രദർ സ്ഥലം മേടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു വേറൊരു പാർട്ടി സ്ഥലം മേടിച്ചിരിക്കുന്ന ആ ഏരിയ, പിന്നെ ഡോക്ടർ പ്രേമ, അവരെല്ലാം കൂടെ മേടിച്ചിരിക്കുന്ന ഏരിയ, ആ ഏരിയയിൽ ഒരു വാഴക്കൊല ഒന്ന് പഴുത്തു നിന്നു. റോയ് ബ്രദർ പറഞ്ഞു, ആണ്ടാ വാഴക്കൊല ഇരിക്കുന്ന നല്ല മുഴുത്ത വാഴക്കൊലയാണ്, നമുക്ക് വെട്ടിയെടുക്കാം എന്ന് പറഞ്ഞു. തോമസിനോട് ചോദിച്ചാൽ ഒന്നും പറയത്തില്ല, നമ്മളല്ലേ മൊത്തം മേടിച്ചിരിക്കുക, വെട്ടിയെടുക്കും. ഞാൻ പറഞ്ഞു, ആ പ്ലേസ് 8 സെന്റ്, നമുക്ക് ആ പ്ലേസ് നമ്മുടെ വന്നിട്ടില്ല, അത് 8 സെന്റ് അവന്റെ കയ്യിൽ ഇരിക്കുവാണ്. അതുകൊണ്ട് ബ്രദർ ഒരു കാര്യം ചെയ്തോ, വെട്ടിയെടുത്തോ. എനിക്ക് ഇപ്പൊ തന്നെ വയറ് സംബന്ധമായും തൊണ്ട സംബന്ധമായിട്ടൊക്കെ ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്. അപ്പം ഈ വാഴക്കൊല തിന്ന് ഇനി അടുത്ത പ്രശ്നം ക്ലെയിം ആവാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി. ഞാൻ നോക്കിയ കാരണം പിറ്റേ ദിവസം അത് അവിടെ ഇപ്പുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ വെട്ടുന്നില്ല? വെട്ടുന്നില്ല, റോയ്ബറിനും വേണ്ട. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അതെന്താ കാര്യം? അത് ഒരു അന്ധവിശ്വാസമാണെന്ന് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ ഇതൊരു, കാരണം ഞങ്ങളുടെ നീതി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അന്യന്റെ മുതൽ, അവൻ കണ്ണുവെച്ചിരിക്കുന്ന ഒരു മുതൽ, അത് നമുക്ക് എടുക്കാൻ പാടില്ല. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് നമ്മുടെ ബ്ലഡിന്റെ അകത്ത് ശാപം കയറും. ഏത് ശാപം? പൂവമ്പഴത്തിന്റെ ശാപമില്ല, പൂവമ്പഴം മോഷ്ടിച്ചതിന്റെ പ്രമാണ ലംഘനത്തിന്റെ ശാപം കയറും. അതാണ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് നമുക്കത് ഉപദ്രവമായി മാറും. അപ്പൊ ഞാൻ റോയ് ബ്രദറിന് പറഞ്ഞു കൊടുത്തു, റോയ് ബ്രദറെ അവൻ അനുവദിച്ചാലും എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് വഴിപോക്കരോ ആരാന്ന് വെച്ചോ കൊണ്ടുപോയിക്കോട്ടെ, നമ്മൾ അത് എടുക്കണ്ട, നമുക്ക് പറ്റിയതല്ല, നമുക്ക് ഡെലിവറൻസ് ചെയ്യാനുള്ളതാ, നമ്മൾ എടുക്കുകയും വേണ്ടത്. അപ്പൊ അവൻ അനുവദിച്ചതാ. റോയ് ബ്രദറിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അത് വെറുതെ കളയെ വെട്ടിയെടുക്കാൻ പറഞ്ഞാ. ഞാൻ പറഞ്ഞു, എന്നാലും എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും എടുക്കണ്ട, ചിലപ്പോൾ അങ്ങനെ ക്ലെയിം ആയ അറിയത്തില്ല, നമുക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൻ വില മേടിക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല തരത്തിൽ നമ്മുടെ ബ്ലഡില് നമ്മൾ അറിയാതെ ശാപമായി കിടക്കുന്നു. പല ശാപങ്ങൾ ഇങ്ങനെ ബ്ലഡിൽ കിടക്കുകയാണ്. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു ശാപകഥ പറയാം, നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിലും. ഞാൻ ഒരു വാർദ്ധക്യത്തിലായ ഒരു വ്യക്തി, ഒരു പേരന്റ് മരിക്കുമെന്ന് ഉറപ്പായിട്ട് പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ, കൊട്ടിയം ഭാഗത്താണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നു. അവര് മരണപ്രവണം എടുക്കുമ്പോഴും അവർ പറയുന്നുണ്ട്, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭാര്യയും ഭർത്താവ് മാറി നിന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. സോ ഇവര് അവശ്യ നിലയിലായി, ലാസ്റ്റ് സ്റ്റേജായി. ഇവർക്ക് അവസാനത്തെ വിളി, മോനെ നേർത്ത് വിളിക്കുന്നുണ്ട്, എന്നിട്ട് കൊണ്ടുപോയില്ല. അപ്പൊ ഞാനിത് അവരെന്നോട് പറഞ്ഞല്ല, ഞാൻ അവർക്ക് വേണ്ടി അവരങ്ങ് തകർന്ന് തരിപ്പണമായപ്പം ഈ തലയ്ക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഒരു മരിക്കാൻ കിടക്കുന്ന ഒരു അമ്മയുടെ പെടച്ചിൽ എന്നെ കർത്താവ് ദർശനം കാണിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴേ ഇവരിത് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെ മരിച്ചത്? നിങ്ങൾ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് വെച്ചപ്പോൾ പറഞ്ഞ സംഭവം ഇത്. ഇവര് കൊണ്ടുപോയില്ല. അപ്പം ഭാര്യ പറഞ്ഞു, എനിക്കിനി പിടിച്ചിരിക്കാൻ വയ്യാച്ചാ, ഞാൻ ബ്രദറിനോട് പറയുക എന്ന് പറഞ്ഞു. ഇതൊന്നും ഇപ്പോഴത്തെ അല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അടുത്ത് തുറന്നു പറഞ്ഞു. അവര് പറഞ്ഞു, ബ്രദറെ, ഇതൊരു ശല്യമായി തീർന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഈ വസ്തു, ഈ അമ്മ മരിച്ചാലേ ഞങ്ങളുടെ പേരിലേക്ക് വരും, അപ്പൊ ഞങ്ങൾക്ക് ലോൺ എടുക്കാം, കടം തീർക്കാം. അത് കാരണം ഹസ്ബൻഡ് പറഞ്ഞു, ഇനി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി പൈസ കളയണ്ട, മരിക്കുന്നേം മരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയിരുന്നതാ ബ്രദർ എന്ന് പറഞ്ഞു. വർഷം
കുറെ വർഷങ്ങൾ കഴിഞ്ഞു ഒരു എനിക്ക് തോന്നുന്നു ഒരു 7-8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ധ്യാനത്തിന് വരുന്നത്. 8 കൊല്ലം കഴിഞ്ഞിട്ടും കർത്താവ് ആ വിഷയം അവരോട് ചോദിച്ചു. 8 കൊല്ലം കഴിഞ്ഞിട്ടും കർത്താവ് ആ വിഷയം ചോദിച്ചു. അപ്പൊ ഇതൊക്കെ ശാപമാണ്. ഈ ശാപങ്ങൾ എവിടെ കിടക്കുകയാണ്? ബ്ലഡിൽ കിടക്കുകയാണ്, ബ്ലഡിന്റെ അകത്ത് കിടക്കുകയാണ്. അതാണ് നമ്മൾ ബ്ലഡിലും അസ്ഥികളിലുമായിട്ടാണ് ശാപം കിടക്കുന്നത്. ഒന്ന് രക്തത്തിൽ കിടക്കും, 2 എവിടെ കിടക്കും? അസ്ഥികളിൽ കിടക്കും. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ പ്രാക്ക് മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, നാക്കു കാരണം. അതാ യാക്കോബ് പറയുന്നുണ്ട്, നിന്റെ നാവാണ് നിന്റെ സകല തകർച്ചയുടെയും പ്രശ്നം. നാവ് തീയാണ്, അത് ചെറിയൊരു അവയവമാണ്, ശരീരം മുഴുവനെയും അത് ഇല്ലാതാക്കി കളയും. എങ്ങനെ സംസാരിക്കണം? നമ്മൾ കണ്ടില്ലേ, ചില വ്യക്തികൾക്ക്, ചില കുട്ടികൾക്ക് ഇനി എത്ര പ്രായമുള്ളവരടുത്താണെങ്കിലും പോടാപുല്ലേ എന്ന് പറയും, ആളിത്രയേ ഉള്ളൂ, ബാക്ക് ക്യാൻസർ പറയും. ഇതെല്ലാം ശാപം ബ്ലഡിലേക്ക് കയറുന്ന മേഖലയായതെല്ലാം. അപ്പൊ കുട്ടികൾ, പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു വല്ലാത്ത രീതിയിൽ, അതായത് റെസ്പെക്റ്റ് ഇല്ലാത്ത, ബഹുമാനമില്ലാത്ത രീതിയിൽ ഇടപെടാൻ ആർക്കും സാധിക്കും. ഇപ്പൊ അതിന് നല്ല കുടുംബത്തിൽ ജനിക്കണമെന്നോ അല്ലെങ്കിൽ പന്ന കുടുംബത്തിൽ ജനിക്കണമെന്നോ ഇല്ല. അല്പം ബോധമില്ലാതെ ജീവിച്ചാൽ ആർക്കും സാധിക്കും, എനിക്ക് ആരോട് ഞാൻ എന്തും പറയും എന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും സാധിക്കും, ആർക്കും സാധിക്കും. അതേസമയം നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന എന്തിനാ? ബിഹേവിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് അതും കൂടെ ഒരു ഭാഗമാണ്. അപ്പം ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ആർദ്രതയോടുകൂടിയും സംസാരിക്കേണ്ട മേഖലകളുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും സംസാരിക്കാതെ തോന്നുന്ന കണക്ക് ആവോ എന്റെ വണ്ണോ ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയില്ലാത്തത് 22 വയസ്സിന് താഴെയുള്ളവർ പോലും, അല്ലെങ്കിൽ 16 വയസ്സിന് താഴെയുള്ളവർ കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരറിയുന്നില്ല, അവരുടെ ബ്ലഡിലേക്ക്, അവരുടെ അസ്ഥിയിലേക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ കണ്ണു നിറയാണെങ്കിൽ ആ കണ്ണുനീരിൽ നിന്ന് വരുന്ന ശാപം വന്ന് കയറുകയാണ്. അതതിന്റെ വ്യത്യാസം. ആ കണ്ണുനീരിൽ നിന്നും വരുന്ന ശാപമുണ്ടല്ലോ, അത് വന്ന് കയറുക. രക്തത്തിൽ നിന്നും ശാപമുണ്ട്, കണ്ണുനീരിൽ നിന്നും ശാപമുണ്ട്. ദരിദ്രർ നിങ്ങൾക്കെതിരെ കരയുമ്പോൾ ആ അവന്റെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ ഞാൻ കാണാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം ഓർക്കുക. ദരിദ്രർ, അതായത് അത് എപ്പോഴാ പറയുന്നത്? അതായത് ഒരുവന് ഇത് കയറി, അതായത് അവൻ കൊണ്ട് അവന്റെ അങ്കി കൊണ്ട് പണയം വെച്ചിട്ട് ഇച്ചിരി പൈസ മേടിച്ചു. രാത്രിയായപ്പം ഇവൻ പണയം വെച്ച ഒരു അങ്കിയേ ഉള്ളു, രാത്രിയായപ്പം മഞ്ഞ്, ഇവന് കടന്നുറങ്ങാൻ വയ്യ. അപ്പൊ അവൻ മരിച്ചു പോകും. അപ്പൊ ഇവൻ രാത്രി ചെന്നിട്ട് പറഞ്ഞു, രാത്രി ഒന്ന് ഉറങ്ങില്ല അങ്കിയും ചേരാൻ പറഞ്ഞു. പറ്റത്തില്ലെന്ന് പറഞ്ഞു. നീ എന്റെ പൈസ താ, ഇതിപ്പോ നിന്റെ പണയ വസ്തുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അത് ഇടപെട്ടു. ദൈവം പറഞ്ഞു, രാത്രിയിൽ അവൻ തണുപ്പേറ്റ് അവൻ കിടന്ന് കരയുമ്പോൾ അവന്റെ കണ്ണിലൂടെ വരുന്ന കണ്ണുനീരിന് ഞാൻ നിനക്കെതിരെ പ്രതികാരം ചെയ്യും എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞു. അതുകൊണ്ട് അവൻ രാത്രി കിടന്ന് അവൻ മരിച്ചു പോകും മഞ്ഞത്ത് കിടന്നാൽ. അപ്പൊ പണയം മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരിക്കാനിടയാക്കരുത്, അത് നീ നോക്കണം എന്ന് ബൈബിളിൽ ദൈവം പറയുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ കണക്ക് കണ്ണുനീരിൽ നിന്നും രക്തത്തിൽ നിന്നും, രക്തം വീഴ്ത്തുമ്പോഴും കണ്ണുനീര് വീഴ്ത്തുമ്പോഴും ശാപം കടന്നു വരാം. ശാപം എവിടേക്കാണ് മനുഷ്യനിൽ കുടികൊള്ളുന്നത്? അസ്ഥിയുടെ മേലും രക്തത്തിന്റെ മേലും. ചില ശാപങ്ങൾ അസ്ഥിയുടെ മേൽ കടന്ന് പിടിക്കാറുണ്ട്. അങ്ങനെ പിടിക്കാം. അപ്പൊ അതുകൊണ്ട് ചിലവർ പറയത്തില്ല, ഇപ്പൊ എവിടെയെല്ലാം ഹോസ്പിറ്റലിൽ പോയിട്ട് അസ്ഥിയുടെ വേദന മാറുന്നില്ല എന്ന് പറയത്തില്ല. ചിലവർ പറയത്തില്ല അസ്ഥിയുടെ വേദന മാറുന്നില്ല, ഭയങ്കര അസ്ഥിയുടെ വേദന. നാക്കുകൊണ്ട് അടിച്ച് ശാപം എല്ലാം കൂടെ വലിച്ചുകാരി വെച്ചിരിക്കുക. നാക്കുകൊണ്ട് അടിച്ചിട്ട് ഉള്ള ശാപം കംപ്ലീറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പൊ അത് കാരണം ഇവിടെ എന്താണ് വചനത്തിൽ പറയുന്നത്? എന്താണ് വചനത്തിൽ പറയാണ്? അപ്പൊ ഞാൻ ഈ വീട്ടുകാരുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇത് പിടിച്ചു, അവര് മാപ്പ് ചോദിച്ചു, ഒക്കെ ചെയ്തു. ഞാൻ ചോദിച്ചു എന്നിട്ട് ആ വീട് കിട്ടിയെന്ന് വെച്ചു. എന്റെ ബ്രദറെ, വീടിന്റെ ജപ്തി നോട്ടീസ് അതായിരിക്കുന്നത്. അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഭർത്താവിന്റെ ജോലി പോയി, ഒരിടത്ത് ഒരു കോൺട്രാക്ട് ജോലിയായിരുന്നു, അത് തീർന്നു. ഞങ്ങൾക്ക് രോഗം, കുട്ടികൾക്ക് രോഗം, ഇതാണ്ട കടബാധ്യത. ഞാൻ ചോദിച്ചു, ആ സ്ത്രീയെ ഒന്ന് ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ദൈവം നിങ്ങളെ ഏതെങ്കിലും വഴിയിലൂടെ രക്ഷിച്ചേനെ. ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ട് ഇങ്ങനെ ജീവിക്കരുത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മളിവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ
ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ എന്തലിഞ്ഞു കിടപ്പുണ്ട്? എന്തലിഞ്ഞു കിടപ്പുണ്ട്? ശാപം അലിഞ്ഞു കിടക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്ത ക്രൂരതകൾ, നമ്മൾ ഈ ചെയ്ത് കൂട്ടിവെച്ചിരിക്കുന്ന, പിടിച്ചു പറിച്ചെടുത്ത വസ്തുവിൻ്റെതും, മാതാപിതാക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതും, മറ്റു ശാപങ്ങളും, ഇതെല്ലാം നമ്മുടെ തലയ്ക്ക് മേളിൽ നമ്മൾ പിടിച്ചു വെച്ചിരിക്കല്ലേ. അപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ശാപങ്ങൾ അഴിക്കാൻ വേണ്ടി യേശു തന്നെ സ്വയം ശപിക്കപ്പെട്ടവനായി ക്രൂശിൽ കിടക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. യേശു തന്നെ ക്രൂശിൽ കിടക്കാൻ തയ്യാറായി. എന്നിട്ട് ബാക്കി വചനം ഗലാത്യ 3:13 വായിച്ചോളൂ. എല്ലാവരും വായിക്കണേ, വിട്ടിരുന്നുണ്ട് വായിക്കുക. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അതാണ് പഴയ നിയമത്തിൽ. മരത്തിൽ തൂക്കപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നിയമത്തിന്റെ ശാപം, നീ മാതാപിതാക്കളെ ഇന്നത് ചെയ്താൽ ആ ശാപം നിന്റെ മേലുണ്ടാവും. നീ മാതാപിതാക്കളെ ശപിച്ചാൽ നീ വധിക്കപ്പെടണം. ഇങ്ങനെ നിയമത്തിൻ്റെതായ ധാരാളം കെട്ടുകൾ നിന്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു? ആ നിയമത്തിലൂടെ കടന്നു വന്ന ശാപം കംപ്ലീറ്റ് യേശു നിനക്ക് വേണ്ടി ചുമതല ചെയ്തു. ഇനി ഒരു കാര്യം പറയാം. ഇത് വായിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ക്രിസ്റ്റോളജിക്കെതിരെ ഞാൻ ഒരു കാര്യം കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടു തരുന്നുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ ശരിയാ, നിങ്ങൾ ഇന്നവരെ കേട്ട ക്ലാസ് അനുസരിച്ച് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിന്റെ അകത്തേക്ക് കടന്ന് ചിന്തിക്കുമ്പോൾ ക്രിസ്റ്റോളജിക്കെതിരെ ഇതിൻ്റെ അകത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. നീ അമ്മയുടെ അപ്പന്റെ നിന്ന് കുത്തിയോ കൊലപ്പെടുത്തിയോ നീ പിടിച്ചു പറിച്ച് സ്വത്തെടുക്കുക. ക്രിസ്തു നിനക്ക് വേണ്ടി മരത്തിൽ തൂങ്ങും. എന്നിട്ട് നിന്റെ ശാപം അഴിച്ചു തരും. നീ പറയും ആ സ്വത്തിൽ തന്നെ നീ ജീവിച്ചോളാൻ പറയും. അപ്പൊ ക്രിസ്തു ആരായി? നീ മുടിഞ്ഞ കള്ളനാ. അപ്പൊ ക്രിസ്തു ആരായി? കള്ളന് കഞ്ഞി വെച്ചവനായി. അതാണ് ക്രിസ്റ്റോളജിക്കെതിരെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്റെ അകത്ത് കയറിയ നിന്റെ തലമുറ നശിക്കേണ്ടി വരുന്ന ഈ കെട്ട് ഞാൻ അഴിച്ചു തരാം. ഞാൻ നിനക്ക് വേണ്ടിയാണ് ശാപമേറ്റിരിക്കുന്നത്. പിടിച്ചു പറിച്ചെടുത്തത് നീ തിരിച്ചു കൊടുക്കാൻ പറയും. അത് മാത്രം പറ്റത്തില്ല കർത്താവേ. എന്നാൽ ശാപമായിട്ട് അടുത്ത തലമുറ കിട്ടും. നിങ്ങൾ ചിലവരെ കാണുമ്പോ യാചകരെ കണ്ടില്ലയോ, വൃദ്ധസദനത്തിൽ ചെല്ലുമ്പോ ദാണ്ട് എത്രയോ പണ്ടൊക്കെ അവരൊക്കെ എന്ത് പണക്കാർ ഇന്നാണ്ട് ഒന്നുമില്ലാതെ നടക്കുന്നു. ഈ ദൈവം എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങനെ ജനിപ്പിക്കുന്നത്? ദൈവം ആരും ഇങ്ങനെ ജനിപ്പിച്ചില്ല. ആദ്യത്തെ കവിയൊക്കെ നല്ല സമ്പന്നരായിട്ടാണ് ജനിപ്പിച്ചത്. പക്ഷേ മേടിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മേടിച്ചു കൂട്ടി വെച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം ചെയ്തതല്ല, നിങ്ങൾ മേടിച്ചു വെച്ചതാണ്. അതുകൊണ്ട് പണ്ടൊരു സഹോദരി പറഞ്ഞു, ബ്രദറെ, എന്റെ വീട്ടില് പിടിച്ചു പറിച്ചെടുത്തതും അങ്ങനെ എടുത്തതും ഇങ്ങനെ എടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രദറെ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, ഞാൻ അതിനെല്ലാം കൂടെ ഒരു വിലയിടാൻ പോവാ. അങ്ങനെ ഒരു സഹോദരിയാണ്, അവര് വിലയിട്ടു. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 4-5 വർഷം എടുത്തു. പിടിച്ചു പറിച്ചെടുത്തതിന്റെ 4 ഇരട്ടി അവർ തീർത്തു. ദരിദ്രർക്ക് കൊടുത്തു, കൺവെൻഷൻ നടത്തി, പ്രാർത്ഥന, സഹോദരൻ വചനം പറയുന്ന പാവപ്പെട്ടവർക്കെല്ലാം അവർ സഹായിച്ചു. അങ്ങനെ കുറേശ്ശെയായിട്ട് അവർ തീർത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ തലമുറയെ ദൈവം ബൈബിൾ എടുപ്പിച്ചു. തലമുറയെ ദൈവം ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തു. തലമുറ നശിക്കാൻ അനുവദിച്ചില്ല. എവിടെ പരിഹാരം ചെയ്യുന്നോ അവിടെ തലമുറയുടെ മേൽ അനുഗ്രഹമുണ്ട്. എവിടെ തിരിച്ചു കൊടുക്കുന്നോ അവിടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എവിടെ നമ്മൾ നിരപ്പാകുന്നോ അവിടെ അനുഗ്രഹം തലമുറയ്ക്കാം. ഹല്ലേലൂയ. ഇതാണ് ബൈബിൾ പറയുന്നതാണ്.